السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: بعثت لأتمم مكارم الأخلاق. بمدح المصطفى تحيا القلوب وتغتفر الخطايا والذنوب، وأرجو أن نعيش به سعيدا وأن نلقاه ليس علي حب. نبي كامل الأوصاف تمت محاسنه فقيل له الحبيب. ഏറ്റവും ആദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, ദുബൈ സുന്നി സെന്ററിന്റെ വിദ്യാർത്ഥികളുടെ ഈ നബിദിനാഘോഷ പ്രകടനങ്ങൾ കാണാൻ വന്ന നിങ്ങളുടെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എൻ്റെ ദൗത്യം. ഇന്നത്തെ ദിവസം പ്രധാനമായും നമ്മുടെ മക്കളുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ, അവരുടെ മഹത്വം, അവരുടെ വലുപ്പം, അവരുടെ അവമത്ത്, അവർണ്ണനീയമായ അവരുടെ വിശേഷണത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. അതിനു മുമ്പ് പുരുഷന്മാരൊക്കെ ഒന്ന് എണീറ്റ് നിന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒഴിവുള്ള കസേരയൊക്കെ ഒന്ന് ഫില്ല് ചെയ്താൽ നന്നാവും. അവിടെ ഇവിടെയൊക്കെ കസേര ഒഴിയുണ്ട്, ആളുകൾ നിൽക്കുന്നുണ്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇരിക്കുമ്പോൾ എല്ലാവരും കസേരകളൊക്കെ ഒഴിവുള്ള നോക്കിയിരുന്നാൽ നന്നായിരിക്കും. എല്ലാവരും ഇരിക്കും. ബഹുമാനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് മനസ്സിലാക്കി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ അർത്ഥത്തിൽ കണ്ടുകൊണ്ട് അവരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കി വിശ്വസിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥമായ മുസ്ലിം. ഈ വസ്തുത അള്ളാഹുവിനെ പല രൂപത്തിൽ മനസ്സിലാക്കാം. എന്നാൽ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ അത് അംബിയായിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് ഖാത്തിമുൻ നബിയ്യിന് ശേഷം മറ്റൊരാളിലൂടെ മനസ്സിലാക്കാൻ സാധ്യമല്ല. തൗഹീദിനെ സംബന്ധിച്ച് വളരെ കൃത്യമായും വ്യക്തമായും പഠിപ്പിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങളൊന്ന് നോക്ക്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖുൽ അല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. റസൂലുള്ള എന്ത് പറഞ്ഞു?
റസൂലുള്ള എന്ത് മനസ്സിലാക്കി തന്നു? ആ കുല്ല് നിലനിർത്തിക്കൊണ്ടല്ലാതെ റസൂലുള്ള പറഞ്ഞു എന്ന നിലക്ക് അള്ളാഹു എന്താണ് എങ്ങനെയാണ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ഔസാഫ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുമായി ബന്ധപ്പെട്ട ആ ആലവുമായി ബന്ധപ്പെട്ട ആ അഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട സകലവും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നു എന്ന അർത്ഥത്തിൽ മാത്രം അതിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് മുസ്ലിം. ഇത് യാഥാർത്ഥ്യമാവണമെങ്കിൽ ആരാണ് റസൂലുള്ളാഹി, ആരാണ് റസൂലുള്ളാഹി എന്ന് മനസ്സിലാവണമെങ്കിൽ എന്താണ് റിസാലത്ത്, എന്താണ് നുബുവത്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന മഹാനായ ഒരു വലിയുണ്ടായിരുന്നു. ആ വലിയിനെ കണ്ടതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ വലിയിന്റെ നദറത്ത് കൊണ്ട് മാത്രം 70,000 ആളുകൾ മുസ്ലിമായി എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, അതൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ റസൂലുള്ളാനെ കണ്ടില്ലേ അബൂജഹൽ? റസൂലുള്ളാനെ അബൂജഹൽ കണ്ടു, അബൂജഹലിനെ റസൂലുള്ളയും കണ്ടു. പക്ഷേ അബൂജഹലിനെ കണ്ടതുകൊണ്ട്, അല്ലെങ്കിൽ അബൂജഹൽ റസൂലിനെ കണ്ടതുകൊണ്ട് അയാൾ മുസ്ലിമായില്ലല്ലോ. പിന്നല്ലേ അബൂ യസീദ് അൽ ബിസ്താമി എന്ന് ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞ മറുപടി, അബൂജഹല് മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ കണ്ടിട്ടുള്ളൂ, മുഹമ്മദുർ റസൂലുള്ളയെ കണ്ടിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളയെ കാണണമെങ്കിൽ എന്താണ് റിസാലത്ത്, എന്താണ് നുബുവത്ത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കിയവരാണ്, ഇത് യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കിയവർക്കാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഇത് അറിയാത്തവരാണ് അഹ്ലുൽ ബിദ്അത്ത്. അവർക്ക് റസൂലുള്ള സാധാരണ മനുഷ്യനാണ്, അവർക്ക് റസൂലുള്ള ദിവസം തെറ്റ് ചെയ്യുന്നവനാണ്, അവർക്ക് റസൂലുള്ള ഒന്നും അറിയാത്തവനാണ്, റസൂലുള്ളാഹ്ക്ക് ഒന്നും അറിയില്ല, ഗൈബറിയില്ല, റസൂലുള്ളാഹ്ക്ക് ഒരു പ്രത്യേകതകളൊന്നുമില്ല, സാധാരണ മനുഷ്യനാണ്. അവന് റിസാലത്ത് എന്തെന്ന് അറിഞ്ഞുകൂടാ, നുബുവത്ത് എന്തെന്ന് അറിഞ്ഞുകൂടാ, ഒന്നും അറിയാത്ത തോന്നിവാസം മാത്രം പറയുന്നവരാണ് ഈ ബിദ്അത്തിന്റെ അഹ്ലുകാര്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ റസൂലിനെ കണ്ടുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞാൽ അവന്റെ ഷഹാദത്ത് കലിമ പൂർണ്ണമാവുന്നില്ല. ഇവിടെയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ എന്താണ് റിസാലത്ത്, എന്താണ് നുബുവത്ത്, അമ്പിയാക്കൾ ആരായിരിക്കണം, നുബുവത്തുടയവർ എന്ത് സ്വഭാവമുള്ളവരായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞ് സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച, നമ്മുടെ കൂടെ ജീവിക്കുന്നവരാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴി. ഈ കോഴിയുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ വളർത്തു മൃഗങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ? സാധ്യമല്ല. ഭൗതിക ലോകത്ത് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ ഒപ്പമുള്ള വസ്തുക്കളുമായി ആശയവിനിമയം നടത്താൻ പോലും സാധ്യമല്ലാത്ത മനുഷ്യൻ, വഹി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഭൗതിക ലോകവും അഭൗതിക ലോകവും തമ്മിലുള്ള ബന്ധമാണ്. മനസ്സിലാക്കിയിട്ടുണ്ടോ? മലക്കും മനുഷ്യനും തമ്മിലാണ് ആ ആശയവിനിമയം നടത്തുന്നത്. ഇത് സാധ്യമാവണമെങ്കിൽ ഈ മനുഷ്യനിൽ മലക്കാനീയത്തിന്റെ സ്വഭാവം ഉണ്ടാവണം, അവനിൽ മലക്കിന്റെ വിശേഷണങ്ങൾ ഉണ്ടാവണം. ആ മലക്കിന്റെ വിശേഷണം ഉൾക്കൊണ്ടവരാണ് മനുഷ്യന്റെയും മലക്കാനീയത്തും രണ്ടും ഒരുമിച്ച് കൂടിയവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. ആ അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനിയാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള ബഹുമാനം പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണിത്. എന്റെ വക ഒന്നും പറയുന്നതല്ല, മുഴുവൻ തഫ്സീറുകളിലും കാണാം അൽ അംബിയാഉ ഫീഹിമുൽ മലക്കാനിയ്യ. അവർക്ക് ഈ ഭൗതികമായ തടസ്സങ്ങളിൽ നിന്ന് ഉയർന്ന് ആ ആത്മീയ ലോകത്തേക്ക് ഉയർന്ന് മലക്കുകളിൽ നിന്ന് സന്ദേശം സ്വീകരിക്കാനുള്ള പ്രത്യേകമായൊരു പ്രകൃതിപരമായ കഴിവ് അള്ളാഹു അമ്പിയാക്കളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രകൃതിപരമായി തന്നെ അള്ളാഹു അവരിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുല വമിനൻ നാസ് എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇൽമുള്ളവരുണ്ടെങ്കിൽ നോക്കി പഠിച്ചോ, അതാണ് നുബുവത്ത് എന്ന് പറയുന്നത്.
ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെ ദീനാണെന്ന് പറയുകയും അതിന്റെ ഒക്കെ പിന്നാലെ നടക്കാൻ ആളെ കൂട്ടുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിക്കുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് മുന്നറിയിപ്പ് നൽകുകയാണ്. വളരെ കലുഷിതമായ അന്തരീക്ഷം, വളരെ അപകടകരമായ അന്തരീക്ഷം, എന്തുമാവാമെന്ന അന്തരീക്ഷം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ആദർശപരമായ അടിസ്ഥാനപരമായ ചില ഉസൂലുകളുണ്ട്. ഈ ഉസൂലിൽ നിന്നുകൊണ്ട് ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അത് ചെയ്തില്ലെങ്കിൽ പണ്ഡിതന്മാർ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയുമെന്ന ബോധക്കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഇതിനെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം പണ്ഡിതന്മാരുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നന്ന് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? യാ അയ്യുഹൻ നബിയു, ഓ പ്രവാചകരെ, ഇന്നാ അർസൽനാക, അങ്ങയെ നാം റസൂലാക്കിയിരിക്കുന്നു, ഷാഹിദൻ, ഷാഹിദായ റസൂലാക്കിയിരിക്കുന്നു. എന്താണ് ഷാഹിദ് എന്ന് പറഞ്ഞാൽ? ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. തഫ്സീർ കബീർ എടുത്തു നോക്കിയാൽ, അതുപോലെയുള്ള തഫ്സീറുകളൊക്കെ എടുത്തു നോക്കിയാൽ കാണാം ഐ ഷാഹിദദ് ദുനിയാ ഫിൽ ആഖിറ വശാഹിദൽ ആഖിറതി ഫിദ് ദുനിയാ. ആഖിറത്തിലുള്ള സകല കാര്യങ്ങളും നോക്കിക്കണ്ട് പറയുന്നവരാണ് അല്ലാഹുവിന്റെ പ്രവാചകർ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? റസൂലുള്ള വെറുതെ അങ്ങോട്ട് പറയുകയല്ല, ആഖിറത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു റസൂലിന് പ്രദർശിപ്പിക്കുകയാണ്. അത് പ്രദർശിപ്പിക്കുന്നത് നോക്കി കണ്ടുകൊണ്ട് പറയുന്നവരാണ് അള്ളാന്റെ റസൂല്. അതാണ് ഷാഹിദൻ എന്ന് പറഞ്ഞത്. സാക്ഷിയാണ്. സാക്ഷിയാണെങ്കിൽ അനുഭവിക്കണം, അനുഭവിച്ചറിഞ്ഞ് പറയുകയാണ്. കണ്ടില്ലേ റസൂലുള്ളാഹി, മഹാന്മാരായ സഹാബത്ത് പറയാൻ, റസൂലുള്ളാഹി സുബഹി നമസ്കരിച്ചിട്ട് അങ്ങനെ ഇരുന്നു, മുണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. അത് സംസാരിക്കാതെ കുറെ നേരം ഇങ്ങനെ ഇരിക്കുന്നു. ചിലപ്പോൾ ചിരിക്കുന്നു, ചിലപ്പോൾ മുഖം പ്രസന്നമാകുന്നു, ചിലപ്പോൾ ഒരു വിഷമമുള്ള മുഖമുണ്ടാകുന്നു. അങ്ങനെ ളുഹറായി. ളുഹർ നിസ്കരിച്ചിട്ട് പിന്നെയും അങ്ങനെ ഇരുന്നു, പിന്നെയും അങ്ങനെ തന്നെ ഇരുന്നു. അസറായി, അസർ നിസ്കരിച്ചു, പിന്നെയും അങ്ങനെ ഇരുന്നു, അങ്ങനെ ഇരുന്നു. മഗ്രിബായി, ആർക്കും ഒന്നും ചോദിക്കാൻ ധൈര്യം വരുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒന്നും ചോദിക്കാൻ ആർക്കും ധൈര്യം വരുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അവസാനം മഹാന്മാരായ സഹാബത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖലീലായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഹല്ലാ സഅൽതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയോട് പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കിക്കൂടെ? ഇന്ന് സാധാരണ ഇല്ലാത്തൊരവസ്ഥയാണല്ലോ കണ്ടത്, എന്താണ് സംഭവിച്ചത് എന്ന് റസൂലുള്ളാഹിയോടൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ എന്ന് മഹാനായ ഖലീലുള്ളാഹ്, ബഹുമാനപ്പെട്ട ഖലീൽ, റസൂലുള്ളാഹിന്റെ ഖലീലായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പോയിട്ട് ചോദിച്ചു, ഇന്ന് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ സമയത്ത് പറഞ്ഞത്, ഉരിളത്ത് അലയ്യ മാ കാന വമാ ഹുവ കായിനുൻ, കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ കാണുകയായിരുന്നു, എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. ഹത്താ ദഖല അഹ്ലുൽ ജന്നത്തി അൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാര് സ്വർഗ്ഗത്തിൽ കടക്കുന്നത് വരെ, നരകത്തിന്റെ അഹ്ലുകാര് നരകത്തിൽ കടക്കുന്നത് വരെയുള്ള ഓരോ വിഷയവും എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുകയായിരുന്നു. മഅറൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉരിള, പ്രദർശിപ്പിക്കപ്പെട്ടു. അതിങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മാ കാന ലി ബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, തസ്ഖീറു ബാത്തിനിൽ മൂഹാ ഇലൈഹി ലിൽ ഹളറത്തിൽ ഖുദ്സിയ, മൂഹാ ഇലൈഹിയായ അംബിയാക്കളുടെ ഖൽബിനെ നേരിട്ട് അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് പിടിച്ചെടുക്കുന്ന ചില സമയങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സമയമായിരുന്നു അത്. എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഷാഹിദൻ, എല്ലാം കണ്ടുകൊണ്ട് പറയുന്ന പ്രവാചകരാണ് റസൂലുള്ളാഹി, സാധാരണ പ്രവാചകനല്ല. പിന്നെ ആഖിറത്തിൽ ചെന്നാലോ, ഈ ദുനിയാവിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ
ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹു ഒരു തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ റസൂലുള്ള സാക്ഷി പറയണം. മൂസ നബിക്ക് റസൂലുള്ള സാക്ഷി പറയണം, ഈസ നബിക്ക് റസൂലുള്ള സാക്ഷി പറയണം, ഇബ്രാഹിം നബിക്ക് റസൂലുള്ള സാക്ഷി പറയണം. അങ്ങനെ മുഴുവൻ അമ്പിയാക്കൾക്കും അള്ളാഹു ഒരു തീരുമാനം പറയണമെങ്കിൽ അള്ളാഹിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാക്ഷി പറഞ്ഞെങ്കിലേ തീരുമാനമാവുകയുള്ളൂ. ഈ ലോകത്തുള്ള കാര്യങ്ങൾക്ക് ആഖിറത്തിൽ സാക്ഷി പറയുകയും ആഖിറത്തിലുള്ള കാര്യങ്ങൾക്ക് ദുനിയാവിൽ സാക്ഷി പറയുകയും ചെയ്യുന്നവർ എന്നാണ് അതിന്റെ ഒരു അർത്ഥം. ഷാഹിദൻ, സാക്ഷിയായ പ്രവാചകനാകുന്നു എന്ന്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമേൽ വലിയ മഹാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാണ് റസൂലുള്ളാഹിനെ ആദരിച്ചത് എന്ന് നമുക്കാർക്കും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. ഫമബ്ലഗുൽ ഇൽമി, അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് കൂടിയാ പറയാൻ പറ്റത്തില്ല. അതാ അല്ലാഹുവിന്റെ ഖൽഖിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നതിൽ കവിഞ്ഞ് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത അവർണ്ണനീയമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അൻസാറുകളിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തെ ഞങ്ങൾ വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നതാണ്. ആ ഒട്ടകം ഇപ്പോൾ മോട്ട് കാട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ അനുസരിക്കുന്നില്ല, അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നില്ല. ആനക്ക് മതം പൊട്ടിയതുപോലെ ഈ ഒട്ടകം അവിവേകമായി പെരുമാറുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം പോലും നിലച്ചിരിക്കുന്നു. ഇമാം അഹ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്ത ഇസ്നാദുഹു ജയ്യിദുൻ എന്ന് പണ്ഡിതന്മാർ വിധി എഴുതിയ ഹദീസിൽ നമുക്ക് കാണാം. മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസന്നിധിയിൽ വന്നുകൊണ്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഖൂമു, എല്ലാവരും വരൂ, നമ്മൾ പോയി നോക്കുക എന്ന് പറഞ്ഞു. സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒക്കെ കൂടി ആ അൻസാറുകളുടെ തോട്ടത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നു തോട്ടത്തിലേക്ക് അങ്ങോട്ട് കടക്കാനൊരുങ്ങിയപ്പോ ഈ അൻസാറുകൾ പറഞ്ഞു, നബിയേ, ഇന്നാ നഖാഫു അലൈക സൗലതഹു, ആ ഒട്ടകം മദം പൊട്ടിയതുപോലെയുള്ള അവസ്ഥയാണ്. അങ്ങോട്ട് കടന്നാൽ അങ്ങയെ വേദനിപ്പിക്കുമോ, എന്തെങ്കിലും അപകടമുണ്ടാക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ട് അങ്ങ് പോകരുതെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അലയ്യ മിൻഹാ മിൻ സൂ, എനിക്കതിനെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവൂല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അള്ളാഹിന്റെ റസൂല് ആ തോട്ടത്തിലേക്ക് അങ്ങോട്ട് കടന്നു ചെന്ന് അതിങ്ങനെ ആ ഒട്ടകം നോക്കി നിൽക്കുന്നു. അള്ളാഹിന്റെ റസൂല് ഒട്ടകത്തിന്റെ അരികിലേക്ക് ചെന്നു. ആ ഒട്ടകത്തിന്റെ നാസിയത്ത് ഫമസഹ അലാ നാസിയതിഹി, അതിന്റെ നെറ്റത്ത് ഒന്നിങ്ങനെ മൂർധാവിൽ ഒന്നിങ്ങനെ തലോടി. ആ ഒട്ടകം മുട്ടുകുത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സുജൂദിൽ വീണ് കിടക്കുന്നത് പോലെ അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിൽ ആ ഒട്ടകം സുജൂദിൽ കിടന്നപ്പോഴാണ് മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയേ, ഈ ജമാദാത്തുകൾ, ഈ ഹയവാനാത്തുകൾ, ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത ഈ ജീവികളൊക്കെ അങ്ങേക്ക് സുജൂദ് ചെയ്യുന്നുവെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സഹാബത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല ഇല്ല, മനുഷ്യന് സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹയല്ലാത്ത മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതൊരിക്കലും ഈ ദീനിൽ അനുവദനീയമല്ല. അതുകൊണ്ട് സുജൂദ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്, ഇவ்விധത്തിൽ പ്രപഞ്ചമാസകലം ആദരിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ റസൂൽ പക്ഷേ എന്തായിരുന്നു അവരുടെ ജീവിതത്തിന്റെ ശൈലി? ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമേൽ മഹാനായിട്ടും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിനയവും അള്ളാഹുവിനോടുള്ള വിധേയത്വവും അള്ളാഹുവിനോടുള്ള ഭയപ്പാടും എത്രമാത്രമായിരുന്നു എന്ന് വളരെ കൃത്യമായി നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. ശിബ്ത യാ റസൂലല്ലാഹ്,
റസൂലെ അങ്ങേക്ക് നിര വന്നിരിക്കുന്നല്ലോ എന്ന്, നരച്ചുപോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ശയ്യബത്നി സൂറത്തു ഹൂദ്, ശയ്യബത്നി ഹൂദുൻ വഅംസാലുഹാ ഹാദിൻ ഹുദാഹു ഖദ് ഹദാമ നിഖ്തദാ സുബുലൽ ഹുദാ ഹൂദുൻ ശഫീഅൻ ശയ്യബത് ബി ഫസ്തഖിം മാ ഹാലഹാൽ. ഹൂദ് എന്ന സൂറത്തിൽ ഫസ്തഖിം കമാ ഉമിർത, ഓ നബിയെ പറഞ്ഞ പോലെ ജീവിക്കണം കേട്ടോ എന്നൊരായത്തുണ്ട്. ഈ ആയത്താണ് എന്നെ നിരപ്പിച്ചത് എന്ന് പറയുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് ഞാനും നിങ്ങളും എന്ന ഓർമ്മ വേണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഓർമ്മ വേണം, നേതാക്കൾക്കും ഓർമ്മ വേണം, അണികൾക്കും ഓർമ്മ വേണം, പണ്ഡിതന്മാർക്കും ഓർമ്മ വേണം, സയ്യിദന്മാർക്കും ഓർമ്മ വേണം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഫസ്തഖിം കമാ ഉമിർത, അല്ല പറഞ്ഞ പോലെ നടക്കണം, മറ്റുള്ളവർ പറഞ്ഞ പോലെയല്ല നടക്കേണ്ടത്, അല്ല പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കണം. ഫസ്തഖിം, ഇസ്തിഖാമത്തോടെ ജീവിക്കണം എന്ന് അള്ളാന്റെ റസൂലിനോട് കൽപ്പിക്കുന്ന ഒരായത്തുണ്ട്. ഈ ആയത്താണ് എന്നെ നിരപ്പിച്ചത് എന്ന് പറയുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ റസൂലിന്റെ ഉമ്മത്തല്ലേ നമ്മൾ? ശയ്യബത്നി, എന്നെ നിരപ്പിച്ചു സിദ്ദീഖേ. ഹൂദുൻ, ഹൂദ് സൂറത്താണ് എന്നെ നിരപ്പിച്ചത്. വഅംസാലുഹാ, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അവരുടെ അരികിലേക്ക് ഉബൈദ് റളിയല്ലാഹു തആല അൻഹു കയറി ചെല്ലുന്ന ഒരു രംഗമുണ്ട്. അതാ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാനും ഉബൈദ് എന്നവരും ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ആയിഷ അഖ്ബിരീനി, അതിന്റെ മുമ്പ് നിങ്ങൾ കുറെ കാലമായാലോ വന്നിട്ട്, നിങ്ങൾക്ക് എന്താ ഇപ്പൊ വരാൻ തോന്നി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നു, അഖ്ബിരീനി യാ ആയിഷ, ആയിഷ ഞങ്ങളോട് പറഞ്ഞു തരണം, ബിഅഅജബി ശൈഇൻ റഅയ്തിഹി മിൻ റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, ഇന്ന ശഅന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹു അജബ്, റസൂലുള്ളാഹിയുടെ ജീവിതം മുഴുവനും അത്ഭുതമല്ലേ എന്ന് പറഞ്ഞു അല്പനേരം ചിന്തിച്ചതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരു ദിവസം എൻ്റെ ഊഴമുള്ള രാത്രി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അവരുടെ സാധാരണ ആ റൂട്ടീൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ നീങ്ങി ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ഹബീബായ റസൂലുള്ളാഹി ആദ്യം അല്പസമയം ഉറങ്ങും. ആ ഉറക്കത്തിന് വേണ്ടി ഞങ്ങൾ കിടക്കുകയാണ്. കുറച്ചു നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് എന്നെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ആയിഷു, ആയിഷ ദരീനി അതഅബ്ബദുൽ ലൈല ലില്ലാഹ്, ആയിഷ ഇന്ന് നിന്റെ രാത്രിയാണ്, പക്ഷേ ഇന്ന് എനിക്ക് അത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് സന്തോഷമില്ല. ഇന്ന് ഞാൻ എൻ്റെ റബ്ബിന്റെ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് നീ സമ്മതം തരുമോ ആയിഷ? ദരീനി, എനിക്ക് നീ സമ്മതം തരുമോ? എനിക്ക് നീ അവസരം തരുമോ? അതഅബ്ബദുൽ ലൈല ലി റബ്ബി, ഇന്ന് ഞാൻ എൻ്റെ രാത്രി, നിന്റെ രാത്രി ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി പൂർണ്ണമായി ഒഴിഞ്ഞു വെക്കുകയാണ്. അതിന് പക്ഷേ നീ സമ്മതം തരണം. നോക്കൂ, ഒരു ജീവിതം, എന്തൊരു മനോഹരമായ ജീവിതം. അന്ന് റസൂലുള്ളാഹിക്ക് സാധാരണ അല്പസമയം ഉറങ്ങിയതിന് ശേഷമാണ് പിന്നീട് എണീറ്റിട്ടാണ് തഹജ്ജുദ് നമസ്കരിക്കാറ്. പക്ഷേ അന്ന് അതിന് പോലും സാധ്യമല്ല. ആയിഷ ബീവി പക്ഷേ റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്. ആയിഷ ബീവിക്ക് റസൂലുള്ളാഹിയോട് ചില ഹക്കുകളുണ്ട്, റസൂലുള്ളാഹിക്ക് ആയിഷ ബീവിയോടും ചില ഹക്കുകളുണ്ട്. അതുകൊണ്ട് ആ കുടുംബ ബന്ധം എത്ര മനോഹരമായി അള്ളാഹിന്റെ റസൂല് സൂക്ഷിക്കുന്നു. ആയിഷ ബീവിയോട് വളരെ സ്നേഹത്തോടെ സമ്മതം ചോദിക്കുന്നു. എനിക്ക് നിസ്കരിക്കാനാണ് ആഗ്രഹം, എനിക്ക് ഇബാദത്തിൽ മുഴുകാനാണ് ആഗ്രഹം. അതുകൊണ്ട് ആയിഷ നീ സമ്മതം തരുമോ എന്ന് ആയിഷ ബീവിയോട് ചോദിക്കുമ്പോൾ ഒരു നല്ല സഹധർമ്മിണിയുടെ മറുപടി ഏറ്റവും മനോഹരമായി ആയിഷ ബീവി മറുപടി നൽകുന്നു. യാ റസൂലല്ലാഹ് ഇന്നി ലഉഹിബ്ബു ഖുർബക, എനിക്കിഷ്ടം അങ്ങയുടെ ഒപ്പം അല്പം കെടുക്കുന്നത് തന്നെയാണ്, അങ്ങയുടെ സാമീപ്യം ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇന്നി ലഊസിറു ഹുബ്ബക, പക്ഷേ എൻ്റെ ഇഷ്ടത്തെക്കാൾ അങ്ങയുടെ ഇഷ്ടത്തെ ഞാൻ മുന്തിക്കുന്നു. എന്തൊരു മനോഹരം കുടുംബജീവിതം!
എല്ലാം മാതൃക. എന്തൊരു മനോഹരം, എല്ലാ അർത്ഥത്തിലും മനോഹരം. റസൂലുള്ളാഹിയോട് ആയിഷ ബീവി മറുപടി പറയുന്നു, എനിക്ക് അങ്ങയുടെ അടുത്ത് വേണം, എനിക്ക് അങ്ങയുടെ ഒപ്പം അങ്ങയുടെ സാമീപ്യം വേണം, അങ്ങയുടെ ഒപ്പം കിടക്കണം, എനിക്ക് വേണ്ടത് വേണം, ഇത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. പക്ഷേ എൻ്റെ ഇഷ്ടത്തെക്കാൾ അങ്ങയുടെ ഇഷ്ടത്തിന് ഞാൻ മുൻഗണന നൽകുന്നു, അതുകൊണ്ട് അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ള ശയ്യയിൽ നിന്ന് എണീറ്റ് പോയി ഒളൂ എടുത്തു, നിസ്കരിക്കാൻ നിന്നു. നിസ്കരിച്ച് ഹത്താ ബദഅ യബ്കി. ആയിഷ ബീവി പറയുന്നു, റസൂലുള്ള കരയാൻ തുടങ്ങി. കരഞ്ഞ് ഹത്താ ബല്ല ലിഹ്യതഹു. റസൂലുള്ളാഹിയുടെ താടി മുഴുവനും നനഞ്ഞു. ഹത്താ ബല്ല ലിഹ്യതഹു. ആ തിങ്ങിയ നീണ്ട താടി മുഴുവനും നനഞ്ഞു. പിന്നെയും ജഅല യബ്കി. പിന്നെയും കരഞ്ഞ് ഹത്താ ബല്ല സിയാബഹു. റസൂലുള്ള ധരിച്ച വസ്ത്രം നനഞ്ഞു. പ്രിയപ്പെട്ട ഭൂമി, ആരാണീ കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. പാപങ്ങളിൽ നിന്ന് അല്ലാഹു ഹിജാബ് നൽകിയിരിക്കുന്നു. ഗഫറ എന്ന് പറഞ്ഞാൽ സതറ, മറയിട്ടിരിക്കുന്നു. മുമ്പും ശേഷവും ദോഷമുണ്ടാവില്ല റസൂലുള്ളാഹിക്ക്. അതിനെ തൊട്ടുള്ള സിത്ർ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ റസൂലുള്ളാഹിയാണ് കരഞ്ഞുകൊണ്ട് ഹത്താ ബല്ല സിയാബഹു, അവരുടെ വസ്ത്രം മുഴുവനും നനഞ്ഞു. പിന്നീട് വീണ്ടും ആയിഷ ബീവി പറയുകയാണ്, സുമ്മ ബകാ. പിന്നെയും റസൂലുള്ള കരയുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുന്നു, ഖുർആൻ ഓതുന്നു, പൊട്ടിക്കരയുന്നു, സുജൂദിൽ കിടക്കുന്നു, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, സുബ്ഹാന റബ്ബി അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ ഉറക്കെ പറയുന്നു. റസൂലുള്ള പൊട്ടിക്കരയുന്നു. സുമ്മ യബ്കി, സുമ്മ ജഅല യബ്കി ഹത്താ ബല്ലൽ മകാന അല്ലദീ യസ്ജുദു. സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ണുനീര് തളം കെട്ടി നിന്നു എന്ന്. സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് കണ്ണുനീര് തളം കെട്ടി നിന്നു. അവിടെയും നനഞ്ഞു. എപ്പോഴാ തുടങ്ങിയത്? കെടുക്കാൻ ഒരുങ്ങിയ സമയം മുതൽ തുടങ്ങിയതാണ്. ഏതുവരെ എന്നറിയോ? സാധാരണ പോലെ ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു ഇദാ സുബഹിയായി എന്ന് പറയാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വാതിൽ വന്ന് മുട്ടുന്നത് വരെ റസൂലുള്ള ഈ അവസ്ഥ തുടർന്നു എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിനെ ഏറ്റവും അറിഞ്ഞ റസൂൽ, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന റസൂൽ, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂൽ, പക്ഷേ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടവർ അവരായിരുന്നു. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന കൽപ്പന വന്നപ്പോൾ അതിന്റെ പേരിൽ തലനിരച്ചവരായിരുന്നു അവർ, മുടി നിരച്ചവരായിരുന്നു അവർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ഇவ்விധത്തിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞോ? 40 വയസ്സുവരെ കളവ് പറഞ്ഞിട്ടില്ലെന്ന് ചരിത്ര യാഥാർത്ഥ്യമല്ലേ? ശത്രുക്കൾ തന്നെ സമ്മതിച്ച യാഥാർത്ഥ്യമല്ലേ? ആരുടെയെങ്കിലും മുതലപഹരിച്ചോ? എന്തെങ്കിലും ഒരു കറുത്ത പാട് എടുത്തുദ്ധരിക്കാൻ ഇന്നേ വരെ സത്യസന്ധമായി റസൂലിന്റെ ചരിത്രം വിലയിരുത്തി ആർക്കെങ്കിലും കഴിയുമോ? എന്നിട്ടാണ് ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വന്തം പേരക്കുട്ടികൾ, ആ പേരക്കുട്ടി സ്വന്തം മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല മക്കള്, ഭാര്യമാര്, അവരുടെ അവസ്ഥ ഇതേ അവസ്ഥ, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, അവരുടെ സഹാബത്തിന്റെ അവസ്ഥ, അവിടെ അടുത്ത് നിന്നവരുടെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ആ റസൂലിന്റെ ഉമ്മത്താണ്, ആ റസൂലിന്റെ നബിദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം നമുക്ക്. ജീവിതത്തിൽ അത് മറന്നു പോകരുത്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാണ്. മക്കളിൽ ഏറ്റവും സ്നേഹിച്ചു പോയി. പല കാരണങ്ങളുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നെങ്കിൽ അവസാനമായി മോളെ വീട്ടിൽ പോയി മോളെ ആ തലയൊന്ന് ചുംബിച്ച് മുഖത്തൊന്നൊരു ചുംബനം കൊടുത്തേ പുറത്തു പോവാറുള്ളൂ. തിരിച്ചു വന്നാൽ ആദ്യം ആ വീട്ടിൽ പോയിട്ടേ മറ്റുള്ളിടത്തേക്ക് പോവാറുള്ളൂ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മോളെ എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ചു. പക്ഷേ ആ മോൾ ഒരടിമയെ ചോദിച്ചപ്പോൾ മോളോട് പറഞ്ഞു, മോളെ, ഒരടിമ, പലർക്കും അടിമയെ കിട്ടി,
ഒരുപാട് അടിമകൾ വന്നു. സഹാബത്തിന്റെ വീടുകളിലൊക്കെ ജോലിക്ക് ആളുകളായി. ഈ ലോകത്തിന് ഒരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഈ ലോകത്തിന് ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ റസൂലുള്ളാന്റെ മകളുടെ വീട്, ആ വീട്ടിൽ ഒരു ജോലിക്കാരനില്ല. അന്ന് ആ മകൾ തന്നെ അകലുന്ന് വെള്ളം കെട്ടിക്കൊണ്ടുവരണം, ആ മകൾ തന്നെ ഗോതമ്പ് ഇടിച്ച് പൊടിയാക്കണം, ആ മകൾ തന്നെ അതുകൊണ്ട് പത്തിരി ഉണ്ടാക്കണം, ആ മകൾ തന്നെ മക്കളെ കുളിപ്പിക്കണം, ആ മകൾ തന്നെ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ആ മകൾ തന്നെ ആ വീട്ട് വൃത്തിയാക്കണം, ആ മകൾ തന്നെ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. സഹാബത്തിന്റെ വീട്ടിലൊക്കെ പലരുടെ വീട്ടിലും ജോലിക്കാരായി. ഇനി ഒരു അടിമയുടെ അവസരം വരുമ്പോൾ എന്റെ കാര്യം പരിഗണിക്കണേ ഉപ്പ എന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഫാത്തിമ ബീവി വന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞ മറുപടി നമുക്കൊക്കെ അറിയാവുന്നതാണ്. മോളെ, ദുനിയാവിന്റെ കാര്യമല്ല നിന്നെ അലട്ടേണ്ടത്, അതിലും ഹൈറായത് ഞാൻ പറഞ്ഞു തരാം. ഉറങ്ങുന്ന സമയത്ത് 33 തസ്ബീഹ് ചൊല്ലിക്കോ, ഉറങ്ങുന്ന സമയത്ത് 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവരെ കണ്ടുപഠിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്തൊരു ജീവിതമായിരുന്നു, എന്തൊരു മനോഹരമായിരുന്നു, എന്തൊരു ഭയപ്പാടായിരുന്നു. ബഹുമാനപ്പെട്ട അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യ ലമ്മാ മരിളത്ത് ഫാത്തിമത്തു സഹ്റ, റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമക്ക് രോഗമുണ്ടായപ്പോൾ, റസൂലുള്ളാഹി വഫാത്തായി അധികം ജീവിച്ചില്ലല്ലോ, ആ മകൾക്ക് രോഗമുണ്ടായപ്പോൾ റസൂലുള്ള നടക്കുന്ന അതേ നടത്തമാണ് ഫാത്തിമയുടെ നടത്തം, അതേ രൂപഭാവമാണ്. ആ മോൾക്ക് അസുഖമുണ്ടായപ്പോൾ മരിക്കുകയാണ്. ആ അവസാനത്തെ അസുഖം, ഞാൻ മറളൽ മൗത്തിൽ ലദീ തൂഫിയതു ഫീഹി ദഖൽതു അലൈഹ, അല്ലെങ്കിൽ ദഖലത്ത് അലൈഹി അസ്മാ ബിൻതു ഉമൈസ്, അസ്മാ ബീവി അങ്ങോട്ട് കടന്നു ചെന്നു. എന്നിട്ട് അവരെ സന്ദർശിച്ചു, അവരുടെ രോഗവിവരമൊക്കെ അന്വേഷിച്ചു. അപ്പൊ വല്ലാത്ത ഒരു വിഷണ്ണത ഫാത്തിമാവിയുടെ മുഖത്ത്, ദുഃഖഭാരം. ഈ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ മരിക്കാൻ പോവാണെന്ന് അപ്പൊ അറിയില്ലല്ലോ. അസ്മാ ബീവി ഇങ്ങനെ സന്തോഷിപ്പിച്ച് ഒരു സമാധാനം നൽകുന്ന വാക്കൊക്കെ പറയുന്നുവെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഫാത്തിമ ബീവി ഇങ്ങനെ ഒരു വല്ലാത്ത ദുഃഖിതയായി കാണപ്പെട്ടു. അപ്പൊ ചോദിച്ചു, എന്താണ് ഇന്ന് ഇങ്ങനെ ദുഃഖം കാണുന്നു എന്ന് അസ്മാ ബീവി ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അള്ളാഹിന്റെ റസൂലിന്റെ പൊന്നുമോള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ ബിൻതു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, വല്ലാഹി ഇന്നി ലഅസ്തഹി അൻ അഖ്റുജ ഗദൻ അലൽ റിജാലി ജിസ്മി മിൻ ഖിലാലി ഹാദൻ നഅ്ശ്. ഞാൻ ഈ രോഗത്തിൽ മരിക്കുമെന്നാണ് കരുതുന്നത്. ഈ രോഗത്തിൽ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്റെ ശരീരം പുരുഷന്മാര് കാണുമല്ലോ എന്നതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. ഞാൻ ലജ്ജിക്കുന്നത് അതിന്റെ പേരിലാണ്. മയ്യത്ത് കട്ടലിൽ, അന്ന് മയ്യത്ത് കട്ടലിന് മൂടിയുണ്ടായിരുന്നില്ല. മയ്യത്ത് കട്ടലിൽ കഫനിൽ ചുരുട്ടിയ ആ മയ്യത്ത് അതിന്റെ മുകളിൽ ഒരു പുതപ്പ് പുതച്ചുകൊണ്ടാ പോവുക. അതിന്റെ അളവും വലിപ്പൊക്കെ ആണുങ്ങൾ കാണുമല്ലോ എന്ന് ഭയപ്പെട്ട് ലജ്ജിച്ച മകളാണ് അള്ളാന്റെ റസൂലിന്റെ മോള് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കണം. അതാ റസൂലുള്ളാന്റെ ദീന്. ആ ദീൻ നിലനിർത്താനാണ് മൗലിദാഘോഷം, ആ ദീൻ നിലനിർത്താനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ദീൻ നിലനിർത്താൻ ദുബൈ സുന്നി സെന്ററിന്റെ മദ്രസ. ആ ദീൻ ഇവിടെ നിലനിർത്തണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ ഈ കാട്ടിയ ഈ സിനിമാ നടന്മാരും മറ്റുള്ളവരൊക്കെ കാട്ടിക്കൂട്ടുന്നതാണ് ദീനെന്ന് വിചാരിച്ചോ? അള്ളാന്റെ റസൂലിന്റെ ദീൻ ഇതാണ്. അപ്പ അസ്മാ ബീവി പറഞ്ഞു കൊടുത്തു, അതിന് ബേജാറാവണ്ട, ഞാനൊരു കാര്യം പറഞ്ഞു തരാന്ന്. അപ്പൊ ആണുങ്ങൾ ഈ വസ്ത്രത്തിന്റെ മുകളിലൂടെ എന്റെ ശരീരത്തിന്റെ തടിയും വലുപ്പൊക്കെ കാണുമല്ലോ. ഇന്നീല അസ്തഹി, ഞാൻ ലജ്ജിക്കുന്നു, അൻ അഖ്റുജ ഗദൻ, നാളെ ഞാൻ മരിച്ചാൽ, അല്ലെങ്കിൽ അൻ ഉഖ്റജ ഗദൻ, ഈ മനുഷ്യന്മാരുടെ ആണുങ്ങളുടെ ഇടയിലൂടെ എന്നെ കൊണ്ടുപോകുമല്ലോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പൊ അസ്മാ ബീവി പറഞ്ഞു കൊടുത്തു, ഞാൻ അതിനൊരു മരുന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ ഹബിഷയിൽ ചെന്നപ്പോൾ അവിടെ കണ്ടത്, അവിടെ മയ്യത്ത് കട്ടലിൽ നമ്മുടെ നാട്ടിലെ മയ്യത്ത് കട്ടൽ പോലെയല്ല. ആ മയ്യത്ത് കട്ടലിന്റെ രണ്ട് ഭാഗത്ത് അതിനിങ്ങനെ മരങ്ങൾ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു മൂടിയിടുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ കൊണ്ടുപോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു.
എന്നാ പിന്നെ അങ്ങനെ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്തു. ആദ്യമായി അത്തരത്തിലുള്ള മയ്യത്ത് കട്ടൽ നിർമ്മിക്കപ്പെട്ടത് മദീനയിൽ ബീവി ഫാത്തിമക്ക് വേണ്ടിയാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. എന്താണ് ഹയാ, എന്താണ് ആ ദീന്? എൻ്റെ പ്രിയമുള്ള ഇന്ന് നമുക്ക് ദീന് പന്താടാനുള്ളതാണ്, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി തട്ടിക്കളിക്കാനുള്ള ദീൻ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ഞാൻ വല്ലാതൊന്നും പറയുന്നില്ല. എല്ലാവരും ജാഗ്രതയുള്ളവരാവണം. നാളെ മഹ്ശറയിൽ റബ്ബിന്റെ മുന്നിൽ ഞാനും നിങ്ങളും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം വേണം. നമുക്കാർക്കും ഒരു താല്പര്യവുമില്ല. നമ്മൾക്കെല്ലാം പൂർണ്ണമായി 100% നടപ്പിലാക്കാം. ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷെ അത് ദീനാക്കരുത്. അതിൽ നമ്മൾ റബ്ബിനോട് പൊറുക്കലിന് തേടണം. വീഴ്ചകളുണ്ടെന്ന് സമ്മതിക്കണം. പക്ഷെ നമുക്ക് തോന്നുന്നത് ദീനാക്കി മാറ്റാൻ അനുവദിച്ചു കൊടുത്തുകൂടാ. ഇങ്ങനെ പറയുകയാണെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ നമ്മൾ സാധാരണ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിച്ചു പോകേണ്ട കാലല്ല ഇത്. അതുകൊണ്ട് കൃത്യമായി എന്താണ് ദീനെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ആ ദീനിനെ സംരക്ഷിക്കാൻ എല്ലാ അർത്ഥത്തിലും നമ്മൾ സജ്ജരായിരിക്കണം. അതിനു വേണ്ടി എന്ത് സംഭവിച്ചാലും ശരി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂലിനെ എൻ്റെ വീട്ടിലാണ് ഖബറടക്കം ചെയ്യപ്പെട്ടത്. പിന്നെ റസൂലുള്ളാഹിന്റെ ആ വീട്ടിൽ, ആയിഷ ബീവിന്റെ ആ വീട്ടിൽ പിന്നെയും ആയിഷ ബീവി താമസിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതിനുശേഷം അവിടുന്ന് മാറി താമസിച്ചു. പിന്നെ എൻ്റെ ഉപ്പാനെ അവിടെ ഖബറടക്കി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാറുണ്ട്, സിയാറത്തിന് പോവാറുണ്ട്. ഞാൻ എൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഒന്നിൻ്റെ ഉപ്പല്ലേ, മറ്റൊന്നെൻ്റെ ഭർത്താവല്ലേ, അവരുടെ മുന്നിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ലല്ലോ. ഞാൻ അങ്ങോട്ട് കടന്നു പോവാറുണ്ട്. പക്ഷേ പിന്നീട് എൻ്റെ വീട്ടിൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കം ചെയ്തു. പിന്നീട് ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല. ഇല്ലാ വഅന മശ്തൂദത്തുൻ അലയ്യ സിയാബി, പൂർണ്ണമായി എൻ്റെ ഔറത്ത് മറച്ചുകൊണ്ടല്ലാതെ, മരണപ്പെട്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ലജ്ജിച്ചുകൊണ്ട് ഔറത്ത് പൂർണ്ണമായി മറച്ചുകൊണ്ടല്ലാതെ ഞാൻ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ലെന്ന് പറയുന്നത് അഹ്ലു ബൈത്ത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്തിൽ ഒന്നാമത്തവരായ ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ്. ഇതാണ് ഉമ്മത്തിന്റെ ദീൻ. ഈ ദീനാണ് ഇവിടെ നിലനിർത്തേണ്ടത്. ഇതിനാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ അധ്വാനിക്കുന്നത്. ആയിഷ ബീവി ഒരിക്കൽ പറയുന്നുണ്ട്, ഇന്നി റഅയ്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിശ്റാ. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ മുഖത്ത് നല്ല സന്തോഷം ഞാൻ കണ്ടു, നല്ല സന്തോഷം. ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തി. ഞാൻ ചോദിച്ചു, നബിയെ, ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ലാ ഇസ്തഗ്ഫർതലി, എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടുമോ നബിയേ? എനിക്ക് വേണ്ടി ഒന്ന് പൊറുക്കലിനെ തേടുമോ നബിയേ? നല്ല സന്തോഷമുള്ള അവസരമാണ്. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി അങ്ങൊന്ന് പൊറുക്കലിനെ തേടുമോ നബിയേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറഫഅ യദൈഹി, ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖറ. ആയിഷ ബീവി ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും അല്ലാഹുവേ ആയിഷ ബീവിക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, ഞാൻ ഫഫരിഹതു, ഞാൻ വല്ലാതെ സന്തോഷിച്ചു പോയി. സന്തോഷം കൊണ്ട് ഞാൻ മതിമറന്നുപോയി. അങ്ങനെ സന്തോഷിച്ച് ഞാൻ അങ്ങോട്ട് ചിരിച്ചുപോയി. ചിരിച്ച് എൻ്റെ തല റസൂലുള്ളാഹിന്റെ മടിയിലേക്ക് വീണു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ ഇത്? എന്താ നിനക്ക് ഇത്ര വലിയ സന്തോഷം? അങ്ങയുടെ ദുആ എനിക്ക് കിട്ടിയില്ലേ? എൻ്റെ ദോഷങ്ങളൊക്കെ പൊറുത്തില്ലേ എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ പ്രാർത്ഥന നിന്നെ സന്തോഷിപ്പിക്കുന്നോ ഇത്രമേൽ എന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? എൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമല്ലോ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി, ആയിഷ, എന്നാൽ നീ കേട്ടോളൂ, ഹാദിഹി ദഅവതി ലി ഉമ്മതി ഫീ കുല്ലി സ്വലാ. ഈ ദുആയാണ് എൻ്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഞാൻ ദുആ ചെയ്യുന്നത്. അല്ലാഹു അക്ബർ.
ഈ ദുആ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നിസ്കാരത്തിലും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആയിഷ ബീവി സന്തോഷം കൊണ്ട് മതിമറന്ന് ചിരിച്ച് തല റസൂലുള്ളാഹിയുടെ മടിയിലേക്ക് വീണ ആ അത്ഭുതകരമായ ദുആ, ആനന്ദകരമായ ദുആ, അത് ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തു പോയ ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ദീൻ, ആ ദീൻ എന്ന് പറയുന്നത് അത് വിശുദ്ധമായ ദീനാണ്. അതിന്റെ എല്ലാം വിശുദ്ധമാണ്. അതിന്റെ എല്ലാം വിശുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, ഇതൊക്കെ പഠിപ്പിച്ച് അതൊക്കെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന തന്റെ കുടുംബത്തെയും തന്റെ സ്വഹാബത്തിനെയും ലോകത്തിന് മാതൃകയാക്കി സമൂഹത്തിന് സമർപ്പിക്കുകയാണ് ചെയ്തത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലൻ നാസ്. ലോകത്തിന് മുഴുവനും മാതൃകയാകുന്ന വിധത്തിൽ ഈ ഉമ്മത്തിനെ, റസൂലുള്ളാഹിന്റെ കുടുംബത്തെ, റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. എത്ര മനോഹരമായ ഒരു സമൂഹമായിരുന്നു ആ സമൂഹം എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ വല്ലാതെ നീട്ടി പറയുന്നില്ല. ആ ഹബീബായ റസൂൽ, അതിനിടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ദുബൈ സുന്നി സെന്റർ, നമ്മുടെ ബഹുമാനപ്പെട്ട കോയമ്മത്തങ്ങൾ, അതുപോലെ ഒരുപാട് നേതാക്കൾ, ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അടക്കമുള്ള ഇതിൻ്റെ സ്ഥാപക കാലം മുതൽ ഇന്ന് സേവനം ചെയ്ത ഒരുപാട് ആളുകൾ, അവരിൽ കുറച്ചാളുകളാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അവരൊക്കെ മരണപ്പെട്ടു പോയി. അവരുടെ ഖബറിലേക്ക് ഇതിൻ്റെയൊക്കെ സവാബിന് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ദറജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഇവിടെയുള്ള നേതാക്കളുണ്ട്. നേതാക്കൾക്കപ്പുറം ജീവിതം ഇതിനു വേണ്ടി സമർപ്പിച്ച ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട്. അവരെ ഈ സ്റ്റേജിൽ നിങ്ങൾ കാണുകയില്ല. അവരെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലുമൊക്കെ പലപ്പോഴും ഓർത്ത് സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിക്കാറുണ്ട്. അവരുടെ ജീവിതം സുന്നി സെന്ററിന് വേണ്ടി സമർപ്പിച്ചവരാണ്. സുന്നി സെന്റർ വളരെ സജീവമായി എന്നും പരിപാടികളാണ്. ഈ സമൂഹത്തിന് ആവശ്യമുള്ള പല വിവിധ ബഹുമുഖ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ 100% വിജയിച്ച് മുന്നോട്ട് പോകുന്നത് ആ സമർപ്പിത മനസ്സുള്ള ആ ചെറുപ്പക്കാരുടെ എല്ലാം സമർപ്പിച്ച ആ പ്രവർത്തനങ്ങളെ കൊണ്ടാണ്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ, അവരുടെ ദുനിയാവിലും ആഖിറത്തിലും അതിനനുസൃതമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. അവരുടെ ബിസിനസ്സുകളിലും ജോലികളിലൊക്കെ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ പദ്ധതികളൊക്കെ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു കവറ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന നിങ്ങളതിൽ നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ റിലീഫ് പ്രവർത്തനത്തിലേക്കാണ് പ്രധാനമായും അത് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതിന് നിങ്ങളുടെ നിസ്സീമമായ സഹകരണം ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും നാളെ നടക്കുന്ന സ്വലാത്തിൻ്റെ സദസ്സിലേക്ക് നിങ്ങളൊക്കെ വരികയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് കാഴ്ചവെച്ച സമൂഹം, അവരെ സംബന്ധിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നതിൻ്റെ മുമ്പ് ഉമറിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരിക്കൽ റസൂലുള്ളാഹിയുടെ മുന്നിൽ ഒരു പെൺകുട്ടി നിന്ന് ദഫ് മുട്ടി പാട്ടുപാടുകയാണ്. രസകരമായൊരു ചരിത്രമാണ്. അപ്പോ ആ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. അപ്പോഴും കുട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ മുന്നിലുണ്ട്, അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്. കുട്ടി ഇങ്ങനെ ദഫ് മുട്ടി പാട്ട് പാടി. ഉമർ റളിയല്ലാഹു അൻഹു വന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അപ്പോഴൊന്നും പാട്ട് നിർത്തിയില്ല. സുമ്മ ജാഅ ഉമർ, പിന്നെ അകലെ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വരുന്നത് കണ്ടപ്പോൾ, ഈ കുട്ടി അകലെ നിന്ന് ഉമറിനെ കണ്ടപ്പോൾ ഈ ദഫ് താഴെ ഇട്ട് അതുമല്ല അങ്ങോട്ട് ഇരുന്ന് പേടിച്ച് വിറച്ചിട്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, അത്ര പേടിയായിരുന്നു.
ആ വിധത്തിലുള്ള ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഉമർ ഖത്താബ്. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി അങ്ങനെയായിരുന്നു, സ്വഭാവം അങ്ങനെയായിരുന്നു. സ്വന്തം സഹോദരി ഒന്ന് എതിർത്ത് പറഞ്ഞപ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ഉമർ ആ സഹോദരിയെ ഒരു പെണ്ണായിട്ടും സ്വന്തം സഹോദരിയായിട്ടും അടിച്ചു വീഴ്ത്തിയ ഉമർ ഖത്താബ് തങ്ങൾ. ആ ഉമർ ഖത്താബ് തങ്ങള് ഈ കുട്ടി ഇത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ റആക ശൈത്താനു സാലിക്കൻ ഫജ്ജൻ ലസലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഉമറേ, നിങ്ങളെ ഇബ്ലീസ് കണ്ടാൽ, ഒരു വഴിയിലൂടെ ഇബ്ലീസ് വരുമ്പോൾ നിങ്ങൾ ആ വഴിയിലൂടെ പോകുന്നത് കണ്ട ഇബ്ലീസ് പോലും വഴിമാറിപ്പോകും, ഇബ്ലീസ് പോലും നിങ്ങളെ കണ്ടാ പേടിക്കും. അത്രമേൽ എന്താ പറയാ, ആ നിലക്കുള്ള ആ ഒരു പ്രകൃതിയും സ്വഭാവമുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്മഉ വ അതീഉ എന്ന് പറയുന്നു. ഉമ്മത്ത് സമൂഹത്തോട് പറയാൻ, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ, അനുസരിക്കൂ എന്ന് പറയുമ്പോൾ അന്ന് അമീറുൽ മുഅ്മിനീനാണ്, സർവാധിപനാണ്, ആരാലും ആദരിക്കപ്പെടുന്ന ആദരണീയനായ ഭരണാധികാരിയാണ്. മിമ്പറയിൽ നിന്നുകൊണ്ട് ഇസ്മഉ വ അതീഉ എന്ന് പറയുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്നിട്ട് പറയുന്നു, ലാ നസ്മഉ വ ലാ നുതീഉ, ഇല്ല, ഞങ്ങൾ കേൾക്കുകയില്ല, ഞങ്ങൾ അനുസരിക്കുകയുമില്ല. പണ്ടത്തെ ഉമറായിരുന്നുവെങ്കിൽ ഇറങ്ങി വന്ന് ഒന്നങ്ങോട്ട് കൊടുക്കും. ഉമർ ചോദിച്ചു, എന്തേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് ഗനീമത്ത് സ്വത്തായി കുറെ വസ്ത്രം വന്നു, ഞങ്ങൾക്കൊക്കെ ഓരോന്നാ തന്നത്, നിങ്ങൾ 2 ധരിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് 1 തന്ന് നിങ്ങൾക്ക് 1 എടുക്കാൻ, ഞങ്ങൾക്ക് 1 തന്ന് നിങ്ങൾക്ക് 2 എടുക്കാൻ എന്താണ് അവകാശം? അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിനീതനായി പറഞ്ഞു, എവിടെ അബ്ദുള്ള, എൻ്റെ മോൻ അബ്ദുള്ള എവിടെ? അതാ സദസ്സിലുണ്ട്. എന്നിട്ട് പറഞ്ഞു, അത് ഞാൻ 1 തന്നെ എടുത്തിട്ടുള്ളൂ, പക്ഷെ ഞാൻ നീളം കൂടിയ ആളല്ലേ, എനിക്ക് കിട്ടിയ തുണി ചെറുതായിരുന്നു, വലുപ്പമുണ്ടായിരുന്നില്ല, അപ്പൊ അബ്ദുള്ളക്ക് കിട്ടിയതും കൂടി വാങ്ങി ഞാൻ ഏച്ചൂട്ടിയതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ വിനയാന്യതനായി നിൽക്കുന്ന ഉമറിനെ മാറ്റിമറിച്ചത് ഈ ദീനാണ്. ബഹ്റൈനിൽ നിന്ന് റസൂലുള്ളാഹിയുടെ അരികിലേക്ക് കുറച്ച് സ്വർണം വന്നു, കുറച്ച് സമ്പത്ത് വന്നു. റസൂലുള്ളാഹി അൻസാറുകൾക്ക് അത് വിഹിതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അൻസാറുകൾ ദീനിന് കുറെ സഹായം ചെയ്തവരല്ലേ, അതുകൊണ്ട് അവർക്ക് മാത്രം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോ മുഹാജിറുകൾ വന്നിട്ട് പറഞ്ഞു, മുഹാജിറുകൾക്ക് കൊടുക്കണ്ട, അൻസാറുകൾക്ക് മാത്രം കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അൻസാറുകൾ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കേട്ടല്ലോ നബിയെ, ബഹ്റൈനിൽ നിന്ന് അങ്ങേക്ക് വന്ന സ്വത്ത് അങ്ങ് ഞങ്ങൾക്ക് മാത്രം തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കേട്ടല്ലോ നബിയെ എന്ന്. അതെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. നിങ്ങൾ ദീനിന് ചെയ്ത സേവനത്തിനെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്കത് തരാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അൻസാറുകൾ പറഞ്ഞ മറുപടി, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഹത്താ തഖ്സിമ ബൈന ഇഖ്വാനിനൽ മുഹാജിരീൻ, ഞങ്ങൾക്ക് തരുന്നത് പോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ മുഹാജിറുകൾക്കും കൊടുത്തെങ്കിലേ ഞങ്ങളത് സ്വീകരിക്കൂ എന്ന് പറയുന്ന പരിഷ്കാരത്തിലേക്ക്. അത് മാത്രം പോരെ ഉദാഹരണം? 10 പൈസ കിട്ടുന്നിടത്ത് തല്ലുകൂടുന്ന നമ്മൾ, ഞങ്ങളത് സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തരുന്നത് പോലെ മുഹാജിറുകൾക്കും കൊടുക്കണമെന്ന ഒരു മാനസിക പരുവത്തിലേക്ക് ഈ ഉമ്മത്തിനെ വാർത്തെടുത്ത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ. ആ ദീനിനെ സംബന്ധിച്ച് നമ്മൾ റബീഉൽ അവ്വൽ വരുമ്പോ മദ്ഹ് പറഞ്ഞാൽ മാത്രം പോരാ, മൗലിദ് ഓതിയാൽ മാത്രം പോരാ. അതൊക്കെ വസീലകളാണ്, അതൊക്കെ മാധ്യമങ്ങളാണ് ഹബീബിലേക്ക് അടുക്കാൻ, ഹബീബിനെ സ്നേഹിക്കാൻ, ഹബീബിനെ ബഹുമാനിക്കാൻ. ആ ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന പിൻപറ്റൽ. ഒരു സഹാബി റസൂലുള്ളാഹി അങ്ങനെ കടന്നു വരുമ്പോ ഒരു സഹാബിയെ കണ്ടു. ആ സഹാബിയുടെ കയ്യിൽ ഒരു മോതിരമുണ്ട്, സ്വർണ്ണ മോതിരം. റസൂലുള്ളാഹി ദേഷ്യപ്പെട്ടുകൊണ്ട് ആ സഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം വലിച്ചെറിയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയഅമിദു അഹദുക്കും ഇലാ ജംറത്തിൻ മിനന്നാർ ഫയജ്അലുഹാ ഫി യദിഹി, നിങ്ങൾ നരകത്തിന്റെ ഒരു കണലെടുത്ത് നിങ്ങൾ നിങ്ങളുടെ വിരലിൽ അണിയുകയോ എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു. വലിച്ചെറിഞ്ഞു. റസൂലുള്ളാഹി തിരിച്ചു പോയതിന് ശേഷം സഹാബിയോട് മറ്റുള്ള സഹാബിമാര് പറഞ്ഞു, സ്വർണ്ണല്ലേ, അത് എടുത്തോളൂ, എന്നിട്ട് ഭാര്യക്ക് കൊടുക്കാലോ, ആണുങ്ങൾക്ക് പാടില്ല എന്നല്ലേ ഉള്ളൂ, ഹലാലായ രൂപത്തിൽ ഉപയോഗിക്കാലോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, ലാ വല്ലാഹ്, അള്ളാന്റെ റസൂല് വെറുപ്പോടെ വലിച്ചെറിഞ്ഞ ഒരു സ്വർണം
അത് എത്ര വിലമതിച്ചാലും ശരി, ഇനി എനിക്കത് വേണ്ടെന്ന് പറയുന്ന ഒരു വികാരം, ആ വികാരത്തിന്റെ പേരാണ്. ആ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഹുബ്ബ് പൂർണ്ണമാകുന്നത്. അത് എത്തിയിട്ടില്ലെങ്കിൽ ഹുബ്ബ് എത്തിയിട്ടില്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ആ ഒരർത്ഥത്തിൽ, ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെയൊക്കെ മാറ്റിയെടുക്കണം. ഈ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഒരല്പമെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് നമ്മൾ അടുത്തിട്ടുണ്ടാവണം. അവരനുസരിക്കുമെന്ന ഒരു പ്രതിജ്ഞ നമ്മിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ നമ്മൾ വിജയിച്ചു. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാനും അവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും അവരെ പിൻപറ്റുവാനും മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ, യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഇനി ബുർദയും മറ്റു ചില സദസ്സുകളും ഇവിടെ നടക്കാനുണ്ട്. അതിനുശേഷം അവസാനം പ്രാർത്ഥിച്ചുകൊണ്ട് കൂട്ടമായി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങളെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതി ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.